നമസ്കാരം. റിസോർട്ടിൽ വീണ്ടും അപകടം, യുവതിക്ക് ജീവൻ നഷ്ടമായി. മിക്ക റിസോർട്ടുകളും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. മേപ്പാടി 900 കണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി മരിച്ചു. മരിച്ചത് നിലമ്പൂർ സ്വദേശിനി. അപകടത്തിൽ കോഴിക്കോട് സ്വദേശിക്ക് പരിക്ക്. അപകടമുണ്ടായത് എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ. റിസോർട്ടിന് പ്രവർത്തനാനുമതി ഇല്ലെന്ന് ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിൽ ഏറ്റവും അധികം അനധികൃത ടൂറിസം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മേപ്പാടിയിൽ. ഭൂരിഭാഗം റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. വിനോദസഞ്ചാരികൾക്ക് വേണ്ടത്ര സുരക്ഷയും ഒരുക്കുന്നില്ല. മാനന്തവാടി പിലാക്കാവിൽ കാണാതായ വയോധികയെ കണ്ടെത്തിയത് ഇന്നു രാവിലെ മണിയൻകുന്നിലെ വനമേഖലയിൽ നിന്ന്. 3 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞിട്ടും പോറൽ പോലുമേൽക്കാതെ വയോധികയെ രക്ഷപ്പെടുത്തി. വീടിന് വൈദ്യുതി കണക്ഷൻ പെട്ടെന്ന് ലഭിക്കാൻ 10,000 രൂപ കൈക്കൂലി. മുട്ടിൽ KSEB ഓഫീസിലെ ഓവർസിയർ KT ചെല്ലപ്പൻ അറസ്റ്റ് തൃക്കൈപ്പറ്റ സ്വദേശിയുടെ പരാതിയിൽ. പിടിയിലായത് കൈക്കൂലി വാങ്ങുന്നതിനിടെ 10,000 രൂപ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. മത്സ്യവില കുതിച്ചുയരുന്നു. ചൂട് കൂടിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ഉൾവലിഞ്ഞത് മത്സ്യവില ഉയരാൻ കാരണം. ട്രോളിംഗ് അടുത്തിരിക്കെ മത്സ്യവില ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് കച്ചവടക്കാരൻ. വിശദമായ വാർത്തകളിലേക്ക്. മേപ്പാടി 900 കണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി മരിച്ചു. നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയാണ് മരിച്ചത്. അപകടത്തിൽ കോഴിക്കോട് സ്വദേശി അഖിലിന് പരിക്കേറ്റു. എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ഷെഡാണ് തകർന്നു വീണത്. കള്ളാടി 900 കണ്ടിയിലെ എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലാണ് ഷെഡ് തകർന്ന് അപകടമുണ്ടായത്. കെട്ടിയുണ്ടാക്കിയ ഷെഡിനകത്ത് 2 ടെന്റുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ടെന്റുകളിൽ ഉറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 12:30 ഷെഡ് തകർന്നു വീഴുകയായിരുന്നു. നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയാണ് മരിച്ചത്. രാത്രി 2 മണിയോടുകൂടി ടെന്റ് തകർന്നു വീണ് അതിൽ ഒരു ലേഡിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബോഡി ഇപ്പം വിംസ് ഹോസ്പിറ്റലാണ്. ബാക്കി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയുണ്ടായിരുന്നു, കുറച്ച് ഡാമേജുകളുള്ള കാണുന്നുണ്ട് നമുക്ക് ടെന്റ് ഇവിടെ. അപ്പോൾ അവർ ഇന്നലെ താമസിച്ചതിലെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ കോഴിക്കോട് സ്വദേശി അഖിലിനെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് റിസോർട്ടിന്റെ പ്രവർത്തനം. കാലപ്പഴക്കത്താൽ ദ്രവിച്ച ഷെഡ് നിലംപൊത്തുകയായിരുന്നു. ഉടൻ തന്നെ നിഷ്മയെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് പോലും ഇല്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ഷമീർ നെടുമ്പാല, മലനാട് ന്യൂസ്, മേപ്പാടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്തും ഉദ്യോഗസ്ഥരും വീഴ്ച വരുത്തുന്നതായി ആരോപണം. നടത്തിപ്പുകാർ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതികരണങ്ങൾ കേൾക്കാം ജനശബ്ദത്തിലൂടെ. മേപ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് 100 കണക്കിന് റിസോർട്ടുകളും ഹോം സ്റ്റേകളുണ്ട്. അതിനകത്ത് വിരലിൽ എണ്ണാവുന്നതിന് മാത്രമേ നിയമപരമായിട്ടുണ്ടാകുന്ന ലൈസൻസ് ഉള്ളൂ. പക്ഷേ ഇത് തികച്ചും പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഈ അനാസ്ഥ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതി അംഗങ്ങളും അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ 2018-19 കാലഘട്ടത്തിൽ നമുക്കൊരു ദുരന്തം വന്നു. അന്ന് ഈ ടൂറിസം മേഖല പിറകോട്ട് പോയി. 900 ഇവിടെ എലമ്പേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ണൂർ സ്വദേശി മരിക്കാനിടയായി. അതുപോലെ തന്നെ ചെന്നൈക്കാരൻ ഈ 2023 ഒരു മരണം സംഭവിച്ചു. ഇതൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തിൻ്റെ മറവിൽ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ ഒക്കെ പഞ്ചായത്താണ് അവർക്ക് കൂട്ടുന്നത്. നിലവിൽ ടെന്റ് അടിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അനുമതിയും വേണ്ട എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് അതിന്മേൽ യാതൊരു നടപടിയും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. എന്നാൽ മറ്റ് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആളുകളും
ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിക്കാനും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകും. വയനാട് ജില്ലയിലെ ഏറ്റവും അധികം അനധികൃത ടൂറിസം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് മേപ്പാടി. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണ് ഭൂരിഭാഗം റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കാതെയാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 3 വിനോദസഞ്ചാരികൾക്കാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ജീവൻ നഷ്ടമായത്. വിനോദസഞ്ചാരത്തിനെത്തുന്ന മനുഷ്യർക്ക് പുല്ലുവിലയാണ് മേപ്പാടിയിലെ പല ടൂറിസം സ്ഥാപനങ്ങളും കൽപ്പിക്കുന്നത്. പുല്ലുകെട്ടിമേഞ്ഞ ഷെഡിനുള്ളിൽ വനത്തോട് ചേർന്ന് താമസം ഒരുക്കുന്നു. കാട്ടാനകൾ വിഹരിക്കുന്ന പ്രദേശത്താണ് ഇത്തരം നടപടികൾ. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മേപ്പാടി ഇളമ്പലേരിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. താമസിച്ച ടെന്റിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ആന പിന്തുടർന്ന് ആക്രമിച്ചത്. ഒരു സുരക്ഷയും ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നില്ല. ഏറെക്കുറെ സമാനമാണ് ഇന്നലത്തെ സംഭവം. ദ്രവിച്ച് നിലംപൊത്താറായ ഷെഡിനുള്ളിൽ ടെന്റ് സ്ഥാപിക്കുന്നു. മഴയോ കാറ്റോ ഇല്ലാത്ത സമയത്താണ് ഷെഡ് തകർന്നു വീണത്. സിബുകൊണ്ട് അടച്ചുപൂട്ടിയ ഷെഡിനുള്ളിലായിരുന്നു മരണപ്പെട്ട നിഷ്മയും കണ്ണൂർ സ്വദേശിനി ജീമോളും കഴിഞ്ഞിരുന്നത്. ജീമോൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കള്ളാടിയിൽ തന്നെ യുവ ഡോക്ടർ 2 വർഷം മുൻപ് ട്രക്കിങ്ങിനിടെ കാൽ തെന്നി വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. ഇതും അനധികൃത ടൂറിസത്തിന്റെ ഭാഗമായാണ് സംഭവിച്ചത്. കൂണുപോലെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും മുളച്ചു പൊന്തുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരും പോലീസും തയ്യാറാകുന്നില്ല. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സുരക്ഷിതമല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കെതിരെ കൽപ്പറ്റ MLA ടി സിദ്ദീഖ് രംഗത്ത്. 900 കണ്ടിയിൽ വിനോദസഞ്ചാരി മരിച്ച സാഹചര്യത്തിലാണ് MLAയുടെ പ്രതികരണം. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്ന റിസോർട്ടുകൾ പരിശോധന നടത്തണം. കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണമെന്ന് MLA ആവശ്യപ്പെട്ടു. 2023 ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് പഞ്ചായത്തിൻ്റെ NOC വേണ്ടത് അത് ഒഴിവാക്കുകയും അത് നേരെ DTPCക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് കൊടുക്കാവുന്ന തരത്തിലേക്ക് അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ NOC ഇതിനുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വെരിഫൈ ചെയ്യണം. പക്ഷേ ഒരു കാര്യം പ്രാഥമികമായി പറയുന്നു, യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് വയനാടിൻ്റെ ടൂറിസം സെക്ടറിന് തന്നെ ഏറ്റവും വലിയ അപകടം വരും. ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ സുരക്ഷിതമല്ലാത്ത ഇടമാണ് വയനാട് എന്നുള്ള സന്ദേശം പകരും. അത് ഒരിക്കലും ഗുണപരമല്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാപരമായ കാര്യങ്ങൾ, അഡ്വഞ്ചറസ് മേഖലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നതിന് പഞ്ചായത്ത് തലത്തിലുള്ള നടപടികളും ഫയർ, അതുപോലെ പോലീസ്, അതിൻ്റെ NOCകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനത്തോടു കൂടി മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പറ്റുകയുള്ളൂ. സർക്കാർ ആവശ്യമായിട്ടുള്ള തിരുത്തൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കണം. പിലാക്കാവിൽ കാണാതായ വയോധികയെ കണ്ടെത്തി. ഇന്ന് രാവിലെ 9 മണിയോടെ മണിയൻകുന്നിലെ വനമേഖലയിൽ നിന്നാണ് 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇവരെ കണ്ടെത്തിയത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ. ഇന്നു രാവിലെ 9 മണിയോടെ മണിയൻകുന്നിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ നിന്നുമാണ് ലീലയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് വെള്ളമെടുക്കുന്നതിനായി വനത്തിൽ പോയ രവി എന്നയാൾ ലീലയുടെ തോർത്ത് കണ്ടെത്തിയതാണ് നിർണായകമായത്. തോർത്തിൽ വിറക് ശേഖരിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു. വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് രാവിലെ മുതൽ ഈ ഭാഗത്ത് നടത്തിയ തിരച്ചിലിൽ മരച്ചുവട്ടിൽ ലീലയെ കണ്ടെത്തുകയായിരുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. ഇവരിപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂന്ന് ദിവസം ഞങ്ങൾ തെരച്ചിൽ നടത്തി. പോലീസും നമ്മുടെ RRT സംഘവും നാട്ടുകാരും ഒക്കെ അടങ്ങുന്ന സംഘം, ഫയർഫോഴ്സിൽ ഉൾപ്പെടെ നമ്മൾ തെരച്ചിൽ നടത്തിയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടിയാണ് അവിടെയുള്ള ഇന്നലെ വിറകിന് പോയ ഒരു പയ്യൻ ഒരു തോർത്ത് കണ്ടു എന്നുള്ളൊരു സൂചന ലഭിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ നോർത്തന DFO മാർട്ടിൻ ലോൾ സാറിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ തന്നെയാണ് ഞങ്ങൾ സംഘമായി തിരിഞ്ഞ് അതിരാവിലെ തന്നെ ഞങ്ങൾ കയറി നോക്കി. ലീലയെ കണ്ടെത്താൻ ഇന്നലെ വനം വകുപ്പ്, RRT, പോലീസ്, ഡോഗ് സ്ക്വാഡ്, റവന്യൂ വകുപ്പ്, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല.
ഡ്രോൺ ക്യാമറ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇന്നലെ വൈകിട്ട് പ്രദേശത്തെ കോറിക്കുളത്തിലും തിരച്ചിൽ നടത്തിയിരുന്നു. കാണാതായി 3 ദിവസമായതിനാൽ അപകടമെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാരിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ലീലയെ കണ്ടെത്തിയതോടെ വലിയ ആശ്വാസത്തിലാണ് ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും. 12-ാം തീയതി വൈകിട്ട് 4 മണിയോടെയാണ് ലീലയെ വീട്ടിൽ നിന്നും കാണാതായത്. 200 മീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു ലീല ഇറങ്ങിയത്. തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത്. മലനാട് ന്യൂസ്, മാനന്തവാടി. ആശങ്കയുടെ 3 ദിവസങ്ങൾ പിന്നിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ലീലയെ കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് ഒരു നാട്. വനംവകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് ലീലയെ കണ്ടെത്തിയത്. കാട്ടാനകളുടെ സാന്നിധ്യവും പ്രതികൂല കാലാവസ്ഥയും വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിന് തടസ്സമായിരുന്നെങ്കിലും കയ്യും മെയ്യും മറന്നാണ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ലീലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്തത്. വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയുടെ വിഹാര കേന്ദ്രമാണ് പിലാക്കാവ് മണിയൻകുന്ന് വനമേഖല. കടുവയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്നിൽ ലീല വനത്തിലേക്ക് കടന്നുപോകുന്ന ദൃശ്യം പതിഞ്ഞതിനെ തുടർന്നാണ് തിരച്ചിൽ വനത്തിനുള്ളിലേക്ക് വ്യാപിപ്പിച്ചത്. കടുവയും ആനയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ കാട്ടിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ എങ്ങനെ ഇവർ അതിജീവിക്കുമെന്ന ഭയം നാട്ടുകാരും ബന്ധുക്കളും പങ്കുവച്ചിരുന്നു. എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് നമ്മളവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും RRTൻ്റെയും ഫോറസ്റ്റിൻ്റെ ഒക്കെ ഈ പറയുന്ന ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രവി എന്ന ആ കുട്ടിയെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു സൂചന കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 8 മണിക്ക് തന്നെ ഫോറസ്റ്റുകാരായിട്ട് നമ്മൾ നേരെ കാട്ടിലേക്ക് പോവുകയാണ് ചെയ്ത്. പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ഫലം കാണാത്തത് ആശങ്കയുടെ ആക്കം വർദ്ധിപ്പിച്ചു. ഇതിനിടയിൽ വനം വകുപ്പ് സ്ഥാപിച്ച 3 ക്യാമറകൾ കാട്ടാനകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു പോറൽ പോലുമില്ലാതെ ഇവരെ കണ്ടെത്തിയത് ആശ്വാസത്തിനൊപ്പം അത്ഭുതവും നാട്ടുകാരിൽ ഉളവാക്കിയിരിക്കുകയാണ്. വനത്തിലെ നീരുറവയിൽ നിന്നും വെള്ളമെത്തിക്കാൻ കാട്ടിലെത്തിയ രവി എന്ന ആളിലേക്കെത്താൻ സാധിച്ചതാണ് ലീലയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. ലീലയെ കണ്ടെത്താൻ കൂടെ നിന്ന എല്ലാവരോടും കുടുംബാംഗങ്ങൾ നന്ദി അറിയിച്ചു. മലനാട് ന്യൂസ്, മാനന്തവാടി. വീടിന് വൈദ്യുതി കണക്ഷൻ പെട്ടെന്ന് ലഭിക്കാൻ കൈക്കൂലി വാങ്ങിയ മുട്ടിൽ KSEB ഓഫീസിലെ ഓവർസിയർ KT ചെല്ലപ്പൻ അറസ്റ്റിലായി. വിജിലൻസ് സംഘം മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃക്കൈപ്പറ്റ സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. സീനിയോറിറ്റി മറികടന്ന് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ. തുടർന്ന് തൃക്കൈപ്പറ്റ സ്വദേശി വിജിലൻസിനെ വിവരം അറിയിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഓവർസിയർ പിടിയിലായത്. 10,000 രൂപയും ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി മേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. KPCCയിൽ ഉണ്ടായ നേതൃമാറ്റത്തിന് പിന്നാലെ DCCകളിലും തലമുറ മാറ്റത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു.
ഗ്രൂപ്പ് സാമുദായിക പരിഗണനകളെല്ലാം പാലിച്ച് പുനഃസംഘടന നടത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. വയനാട് DCC പ്രസിഡന്റിനെ കണ്ടെത്താനായി തിരക്കിട്ട ചർച്ചകളിലാണ് നേതൃത്വം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നാളെ ജില്ലയിലെത്തും. ചർച്ചകൾക്ക് നാളെ ഔദ്യോഗിക തുടക്കമാകും. KPCCക്ക് പിന്നാലെ വയനാട് DCCയിലും തലമുറ മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. മുതിർന്ന നേതാക്കൾ പലരും വീണ്ടും DCC നേതൃസ്ഥാനത്തേക്ക് എത്താൻ കരുക്കൾ നീക്കുന്നുണ്ട്. എന്നാൽ പുതുമുഖത്തെ പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത. മുൻപ് പലവട്ടം അനൌദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും KPCC പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നാളെ ജില്ലയിൽ എത്തുന്നുണ്ട്. ഇതോടെ ഔദ്യോഗികമായി തന്നെ പുനഃസംഘടന സംബന്ധിച്ച് ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും പുനഃസംഘടനാ ചർച്ചകൾ നടത്താൻ AICC നിർദ്ദേശം നൽകിയിരുന്നു. KPCC അംഗം KE വിനയൻ, അഡ്വക്കേറ്റ് TJ ഐസക്, PD സജി, സംഷാദ് മരക്കാർ എന്നിവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാൻ വിവിധ ഗ്രൂപ്പുകൾ നീക്കം നടത്തുന്നുണ്ട്. KE വിനയൻ, അഡ്വക്കേറ്റ് TJ ഐസക് എന്നിവർക്കാണ് കൂടുതൽ സാധ്യത. പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന DCC എന്ന നിലയിൽ ഗാന്ധി കുടുംബത്തിനു കൂടി താൽപര്യമുള്ള ഒരാളാകും നേതൃസ്ഥാനത്തേക്ക് എത്തുക. നിലവിലെ DCC നേതൃത്വം 3 വർഷം പൂർത്തിയാക്കി. അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മത്സ്യവില ഉയരങ്ങളിലേക്ക്. ചൂട് കൂടിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് ഉൾവലിഞ്ഞതോടെയാണ് മത്സ്യവില ഉയരാൻ കാരണമായത്. അയല, മത്തി, കോര, ചൂത തുടങ്ങിയ സാധാരണക്കാരുടെ മത്സ്യങ്ങൾക്കുൾപ്പെടെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അയല, മത്തി, കോര തുടങ്ങിയ ചെറുമീനുകൾക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയാണ് കിലോഗ്രാമിൽ വർധനവുണ്ടായിരിക്കുന്നത്. ആവോലി, അയക്കൂറ എന്നിവയ്ക്ക് 300 മുതൽ 500 രൂപ വരെയും വില വർദ്ധിച്ചിട്ടുണ്ട്. ലഭ്യത കുറവ് കാരണങ്ങൾ കൊണ്ടാണ് മീൻ ഇച്ചിരി വില കൂടാൻ കാരണം. ഒരു 30 രൂപ 40 രൂപ ഡിഫറൻസ് വരും. അതാണ് മെയിൻ പ്രോബ്ലം. ചൂട് ഒന്നാമത് ക്ലൈമറ്റിൻ്റെ ഇത് ചൂടുള്ള കാരണമാണ് മീൻ അടുത്തുള്ള മീനൊക്കെ ഉൾവലിഞ്ഞ് പോവുകയാണ്. അത് കാരണമുള്ളത് കൊണ്ടാണ് വില കൂടാൻ മെയിൻ കാരണം. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 100 മുതൽ 180 രൂപ വരെ വിലയുണ്ടായിരുന്ന മത്തിക്കിപ്പോൾ 220 രൂപയായി. 200 രൂപയുണ്ടായിരുന്ന അയലയ്ക്ക് 240ലേക്കും എത്തി. വറ്റ, പൂമീൻ, കോര, ചൂത, നത്തൽ, കേതൽ തുടങ്ങിയ എല്ലാ മത്സ്യങ്ങളുടെയും വിലയിൽ സമാനമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. വെള്ളച്ചൂത പോലുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ ലഭിക്കാനുമില്ല. ചൂട് വർദ്ധിച്ചതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞതോടെ മത്സ്യലഭ്യത കുറഞ്ഞുവെന്നാണ് വിലവർധനയ്ക്ക് കാരണമായി വ്യാപാരികൾ പറയുന്നത്. ജൂൺ മധ്യത്തോടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. ഇതോടെ വീണ്ടും മത്സ്യങ്ങൾക്ക് വില വർദ്ധിക്കും. കോഴിക്കോടൻ തീരമേഖലകളിൽ നിന്നാണ് ഇപ്പോൾ മത്സ്യം ജില്ലയിലേക്ക് എത്തുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. കമ്പളക്കാട് ടൗണിൽ ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് സ്വകാര്യ ബസ് വീടിന് മുറ്റത്തേക്ക് ഇടിച്ചിറങ്ങി. പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് യാത്രക്കാരില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. കമ്പളക്കാട് പെട്രോൾ പമ്പിന് സമീപം ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് സംഭവം. ബസ് ജീവനക്കാർ ബസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം മുന്നോട്ടെടുക്കുമ്പോൾ ബ്രേക്ക് സംവിധാനം പ്രവർത്തിക്കാത്തതിനാൽ റോഡരികിലെ മതിൽ തകർത്ത് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സ്ഥലത്ത് വേറെ നടക്കുന്ന സമയത്ത് വേറെ യാത്രക്കാരോ ഓപ്പോസിറ്റ് വണ്ടി ഒരു ബൈക്കുകാരോ മാത്രം വന്നിരുന്നത്. പിന്നെ തൊട്ട് മുമ്പിലൊരു ഷോപ്പ് വരും. വണ്ടി ഇറക്കില് വണ്ടി ചവിട്ടിട്ട് കിട്ടിയില്ല. നേരെ വന്നിട്ടുണ്ടെങ്കിൽ കടയിലേക്കൊക്കെ വരാം. ആ ഒരു ഗ്യാപ്പ് കണ്ട് നേരെ ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങി. സംഭവ സമയത്ത് മദ്രസ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും റോഡിൽ ഇല്ലാതിരുന്നതിനാൽ ഭാഗ്യം കൊണ്ട് മറ്റ് അപകടങ്ങൾ ഒഴിവാകുകയായിരുന്നു. സമീപത്തുള്ള കിഴക്കയിൽ യൂസഫിന്റെ വീട്ടുമുറ്റത്തേക്കാണ് മതിൽ തകർത്ത് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയത്. മലനാട് ന്യൂസ്, കണിയമ്പറ്റ. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ടും കഴിച്ചിട്ടുമുള്ളവരാണ് നമ്മൾ. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് നിൽക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാകില്ല. കാരണം രാത്രികാലങ്ങളിലാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ വിരിയുന്നത്. നടവേൽ റിപ്പോർട്ടർ സിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിമനോഹരമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂക്കൾ. പൂക്കളെ സ്നേഹിക്കുന്നവർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് നിൽക്കുന്നത്. നിശാഗന്ധിയെ പോലെ രാത്രിയിൽ പൂക്കുന്നതിനാൽ ഈ കാഴ്ച കാണാൻ അധികമാർക്കും ഭാഗ്യമുണ്ടാകാറില്ല. പൂക്കളിൽ കേമന്മാരായ താമരയും റോസുമൊന്നും ഈ പൂവിന്റെ മുൻപിൽ ഒന്നുമല്ല. അത്രയ്ക്ക് സൗന്ദര്യമാണ് ഓരോ പൂവിനും.
രാത്രിയിൽ പൂത്ത് രാത്രിയിൽ തന്നെ ചുരുങ്ങിപ്പോകുന്നതിനാൽ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പലർക്കും അവസരം ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രാഗൺ ഫ്രൂട്ട് പലരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവ് ആരും തന്നെ കണ്ടിട്ടില്ല. ഷെയ്ക്ക് അടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂ രാത്രി കാലങ്ങളിൽ നിശാഗന്ധി പൂക്കുന്നത് പോലെ തന്നെയാണ് പൂക്കുന്നത്. അതേ സെയിം പൂവാണ്. ഇതാണ് അതിന്റെ പൂവായിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ചെടി നട്ടിട്ട് തന്നെ ഏതാണ്ട് 2 വർഷത്തോളമായി. പക്ഷെ ഇതിലിപ്പോ അത്യാവശ്യം നന്നായിട്ട് പൂവും കായും ഉണ്ടാവാൻ തുടങ്ങി. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പഴത്തിനാണ് പ്രാധാന്യം. പൂവിന്റെ കാര്യം പറഞ്ഞാലോ, ഒരടിയോളം വലിപ്പം, നല്ല വെളുത്തു തുടുത്തു നിൽക്കുന്ന ഈ പൂവ് ഒരു കൗതുക കാഴ്ച തന്നെയാണ്. പക്ഷേ നേരം വെളുത്താലോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവവും. മലനാട് ന്യൂസ്, നടവയൽ. ഒരിടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകളിലേക്ക്. വീട് നിർമ്മാണം പൂർത്തിയാകും മുൻപ് മുഴുവൻ തുകയും കൈക്കലാക്കി കരാറുകാരൻ മുങ്ങിയതായി പരാതി. പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതിനാൽ വീട്ടമ്മ കടുത്ത ദുരിതത്തിലാണ് ഇപ്പോൾ. എടവക പഞ്ചായത്തിലെ താന്നിയോട് ചേർക്കോട് നദിയിലെ ശാന്തിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കരാറുകാരൻ കബളിപ്പിച്ചതായി പരാതി ഉയരുന്നത്. 2023 ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ചത്. ഇതേ വർഷം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. വീടിന്റെ 90% പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതാണ് ഈ കുടുംബത്തിന് ദുരിതമായത്. ഈ സർക്കാരിന് വേണ്ടിയിട്ടാണോ ഈ പാവങ്ങളെ ഈ ഒരു വീട് കെട്ടിക്കോട്ടെന്നും പറഞ്ഞ് പൈസ ഇട്ട് വരുന്നത്? അല്ലല്ലോ, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വീടെടുത്ത ആരാന്ന് വെച്ചാൽ ആ കോൺട്രാക്ടർ എല്ലാ പണിയും തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ വീടെടുക്കുന്നത്. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തണം? എത്ര കാലം ഞങ്ങൾ വാതിലും ജനലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇതിനുള്ളിൽ കയറി എന്നറിയാം. വയറിംഗ് ജോലികൾ തീർക്കാത്തതിനാൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. ശുചിമുറിയും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മുൻവശത്തെ തേപ്പ് ജോലികളും ചെയ്തിട്ടില്ല. ശാന്തിയും വൃദ്ധയായ മാതാവും മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. രാത്രി തലചായ്ക്കാൻ മാത്രമുള്ള ഇടമായി 6 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീട് മാറിയിരിക്കുകയാണ്. പ്രവൃത്തികൾ ആരംഭിച്ച ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഷെഡ് തന്നെയാണ് പാചകത്തിനുൾപ്പെടെ ഇവരുടെ ഏക ആശ്രയം. വീട് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടവും കരാറുകാരൻ കൈപ്പറ്റിയതായും ശാന്ത ആരോപിച്ചു. വീട് നിർമ്മാണം പൂർത്തിയാക്കി തരാൻ കരാറുകാരനെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. വയനാട്ടിൽ ഇത് മാമ്പഴക്കാലം. ഇത്തവണ അനുയോജ്യമായ കാലാവസ്ഥ ലഭിച്ചതിനാൽ മാവുകളിൽ ഇടതൂർന്ന് മാമ്പഴം പഴുത്തു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കാണാനാകുന്നത്. വർഷങ്ങൾക്കു ശേഷമാണ് ഇങ്ങനെ മാമ്പഴമുണ്ടായതെന്നും അതുകൊണ്ട് തന്നെ പണം നൽകി വിഷമയമായ മാമ്പഴം വാങ്ങി കഴിക്കാതെ വിഷരഹിതമായവ കഴിക്കാമെന്നും പഴമക്കാർ പറയുന്നു. ഏറെ വർഷങ്ങൾക്കു ശേഷമാണ് ഇത്തവണ മാവുകളിൽ ഇടതൂർന്ന് മാങ്ങ കായ്ച്ചത്. മൂപ്പെത്തിയ മാങ്ങ ഇപ്പോൾ പഴുത്തു നിൽക്കുന്ന കാഴ്ചയാണ് എവിടെ നോക്കിയാലും. നാടൻ, വയനാടൻ, വിവിധ ഇനം വെഡിനങ്ങൾ എന്നിവയെല്ലാം ഒരേപോലെ കാഴ്ച വർഷം കൂടിയാണിത്. അനുയോജ്യമായ കാലാവസ്ഥ ലഭിച്ചതിനാൽ ഇത്തവണ മാവുകളെല്ലാം നന്നായി പൂത്ത് കായ് പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ വയനാട്ടുകാർ മാമ്പഴം തിന്നു മടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വർഷത്തേലും ഉദ്ദേശിച്ച് ഈ വർഷം മാങ്ങ കൂടുതൽ കായ്ച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സൈസ് മാവ്, നമ്മുടെ വയനാട് മാവായ നാട്ടുമാവ്, കോട്ടമാവ്, മൈലാപ്പൂ മാവ്, എല്ലാ മാവിലും ഇല ഉണ്ടോ അതെല്ലാം ഈ കൊല്ലം പൂത്ത് നല്ല മാമ്പഴമുണ്ട്. ആ മാങ്ങാപ്പഴമാണെങ്കിൽ നമ്മൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഷമുള്ള മാങ്ങാപ്പഴം കഴിക്കേണ്ട. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക. അതുകൊണ്ട് മാങ്ങ പറിച്ച് താഴെ വീഴുമ്പോൾ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെടുത്ത് തിന്നുമ്പോൾ വവ്വാല് കടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അതെടുത്ത് കൊടുക്കാൻ. അതിൽ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കണം. മുൻ വർഷങ്ങളിൽ വയനാട്ടിൽ മാങ്ങ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയിരുന്ന മാങ്ങ പണം കൊടുത്തു വാങ്ങിയാണ് ആളുകൾ കഴിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പണം നൽകി വിഷമയമായ മാമ്പഴം വാങ്ങി കഴിക്കേണ്ട സാഹചര്യം ഒഴിവായെന്നാണ് പഴമക്കാർ പറയുന്നത്. അതേസമയം നാടൻ മാങ്ങാപ്പഴം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്നുള്ള കാര്യവും ഇവർ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു.
AC ബൈജു, മലനാട് ന്യൂസ്, ബത്തേരി. പഴയകാല ഓർമ്മകൾ അയവിറക്കി മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂൾ 1973-74 SSLC ബാച്ച് സംഗമം. വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ 100-ലേറെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിനെത്തിയത്. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 73-74 SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടിയത്. വാർദ്ധക്യത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ ഇവർ തങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളെയും അധ്യാപകരെയും കാണാൻ ഓടിയെത്തി. മൂല്യബോധം, നീതിബോധം, സ്നേഹം, കൂട്ടായ്മ ഒക്കെ പടുത്തുയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ നമ്മുടെ ഗുരുക്കന്മാരുടെ ശിഷ്ടത്തിന്റെ ബോധമായിട്ടാണ്, ശിഷ്ടയുടെ ബോധമായിട്ടാണ്. മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പ്രത്യേകതയും ഇവരുടെ കൂടിച്ചേരലിനുണ്ട്. പരസ്പരം ആലിംഗനം ചെയ്തും വിശേഷങ്ങൾ പങ്കുവച്ചും ഭക്ഷണം കഴിച്ചും അവർ ഒത്തുചേരൽ അവിസ്മരണീയമാക്കി. കർഷകരും വ്യാപാരികളും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇല്ലായ്മകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ബന്ധങ്ങൾ അന്ന് ഊഷ്മളമായിരുന്നെന്ന കാര്യം ഇവർ പ്രത്യേകം പങ്കുവയ്ക്കുകയാണ്. മലനാട് ന്യൂസ്, മാനന്തവാടി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 400, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 240, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 670, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 665, നേന്ത്രക്കായ കിലോയ്ക്ക് 34, ഇഞ്ചി ചാക്കിന് 1100, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണ്ണം പവന് 68,880, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മേപ്പാടി 900 കണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി മരിച്ചു. മരിച്ചത് നിലമ്പൂർ സ്വദേശിനി. അപകടത്തിൽ കോഴിക്കോട് സ്വദേശിക്ക് പരിക്ക്. അപകടമുണ്ടായത് എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ. റിസോർട്ടിന് പ്രവർത്തനാനുമതി ഇല്ലെന്ന് ഗ്രാമപഞ്ചായത്ത്. വയനാട് ജില്ലയിൽ ഏറ്റവും അധികം അനധികൃത ടൂറിസം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മേപ്പാടിയിൽ. ഭൂരിഭാഗം റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ. വിനോദസഞ്ചാരികൾക്ക് വേണ്ടത്ര സുരക്ഷയും ഒരുക്കുന്നില്ല. മാനന്തവാടി പിലാക്കാവിൽ കാണാതായ വയോധികയെ കണ്ടെത്തിയത് ഇന്നു രാവിലെ മണിയൻകുന്നിലെ വനമേഖലയിൽ നിന്ന്. 3 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞിട്ടും പോറൽ പോലും ഏൽക്കാതെ വയോധികയെ രക്ഷപ്പെടുത്തി. വീടിന് വൈദ്യുതി കണക്ഷൻ പെട്ടെന്ന് ലഭിക്കാൻ 10,000 രൂപ കൈക്കൂലി. മുട്ടിൽ KSEB ഓഫീസിലെ ഓവർസിയർ KT ചെല്ലപ്പൻ അറസ്റ്റ് തൃക്കൈപ്പറ്റ സ്വദേശിയുടെ പരാതിയിൽ. പിടിയിലായത് കൈക്കൂലി വാങ്ങുന്നതിനിടെ 10,000 രൂപ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. മത്സ്യവില കുതിച്ചുയരുന്നു. ചൂട് കൂടിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ഉൾവലിഞ്ഞത് മത്സ്യവില ഉയരാൻ കാരണം. ട്രോളിംഗ് അടുത്തിരിക്കെ മത്സ്യവില ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് കച്ചവടക്കാരൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ഗീത രാജഗോപാൽ ചേരും. നമസ്കാരം.